പ്രൈസ് ഗോഡ്. ഇരുമ്പിനെ ആ ഇരുമ്പിൻ്റെ തുരുമ്പേ നശിപ്പിക്കത്തുള്ളൂ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇരുമ്പിനെ നശിപ്പിക്കാൻ അല്ലാതെ വലിയ പാടാണ്. അപ്പം അതിൽ നിന്നുണ്ടാകുന്ന തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അത് വന്ന് ഈസി ആയിട്ട് ആ ഇരുമ്പ് മുഴുവൻ പൊടിഞ്ഞു പോകും. നമ്മളുടെ ഉള്ളിൽ വരുന്ന വിചാരങ്ങളാണ് നമ്മളെ എപ്പോഴും കീഴ്പ്പെടുത്തുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിനെ പുറമോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഫെയിലിയറിൻ്റെ കാരണം അത് തന്നെയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ മുന്നിൽ ഉണ്ടായ ഒരു പ്രതിസന്ധി അല്ല. ആ മുന്നിലുണ്ടാകുന്ന പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു, കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ അവിടെ ജയവും തോൽവിയും തീരുമാനിക്കുന്നത്. ഗലാത്യർ 6:8 ഒരു വാക്യമുണ്ട്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യും എന്നല്ല, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ വളവും വെള്ളവും ഒക്കെ ഒഴിക്കുന്നത്, അത് തിരിച്ചറിയണം. നമ്മൾ ജഡത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് കൊയ്യുന്നത് നാശമാണ്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യുമെന്നല്ല പറഞ്ഞത്, ജഡത്തിൽ നാശം കൊയ്യുമെന്ന്. അപ്പം നമ്മുടെ വിതയെല്ലാം സ്പിരിച്വലായിരിക്കണം, ആത്മാവിലായിരിക്കുമ്പോൾ നമുക്ക് അവിടെ നിത്യജീവനെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു ഉറപ്പിലും ധൈര്യത്തിലും ആയിരിക്കുക. ഏതൊരു കാര്യം മുമ്പിലുണ്ടെങ്കിലും ആ ഒരു ധൈര്യം നിങ്ങളെ ഏറ്റവും അനുഗ്രഹമാക്കി കൊയ്യുവാൻ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.